السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ആദരണീയരായ മഹലിലെ കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യകരമായ സമയത്തിലൂടെയും സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഷഹ്റുർ റഹ്മത്തും ഷഹ്റുൽ ബറക്കത്തുമാണ്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വർഷത്തെ റമദാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള റഹ്മത്താണ്. ഒന്നുകൂടി കൂട്ടി പറഞ്ഞാൽ, അവർക്ക് 2024 റമദാനായിരുന്നു ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ റമദാൻ. നമുക്ക് അല്ലാഹു ഒരു കൊല്ലകൂടി, ഒരു റമദാന് കൂടി അവസരമായി നൽകിയിരിക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ആ മാസത്തെ കുറിച്ച് പറയുന്നത് ഷഹ്റുൽ ബറക്കാണ്, ബർക്കത്തിന്റെ മാസം. റഹ്മത്തും ബർക്കത്തും വ്യത്യാസമുണ്ട്. റഹ്മത്ത് കിട്ടിയ ആളുകൾക്ക് ബർക്കത്ത് കിട്ടിക്കോളും നിർബന്ധമില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ കുറേ കിട്ടുക എന്നുള്ളതല്ല, മറിച്ച് കിട്ടിയതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് ബർക്കത്ത്. ആ ബർക്കത്താണ് നമ്മൾ നിൽക്കുന്ന റമദാനിനെ കുറിച്ച് പറയുന്നിടത്തും പറഞ്ഞത് ഷഹ്റുൽ ബറക്ക. അപ്പൊ ലഭ്യമായ റഹ്മത്തായി ലഭിച്ചിട്ടുള്ള റമദാനിനെ ബർക്കത്തായി മാറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റഹ്മത്തായി ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിനെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇതേ പദമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹമായി തന്നിട്ടുള്ള പലതിനും പ്രയോഗിച്ചിട്ടുള്ളത്. വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പോവാറുണ്ട് നിക്കാഹിന്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കലും റഹ്മത്തിന് വേണ്ടിയല്ല, ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ, അല്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ബർക്കത്തിന് വേണ്ടിയിട്ട്. കാരണം അന്വേഷിച്ച് 2 ബന്ധങ്ങളിൽ നിന്നൊക്കെ 2 യുവാക്കളും യുവതികളും വിവാഹിതരാവാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിക്കാഹ് കഴിഞ്ഞിരിക്കുക. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. അവിടെ കിട്ടേണ്ടത് ലഭ്യമായതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ള ബർക്കത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹമായി പറയുന്നവർക്കൊക്കെ ഈ ബർക്കത്തിനെ കുറിച്ച് പറയാറുണ്ട്. റഹ്മത്ത് നമുക്ക് പലപ്പോഴും കിട്ടും. ഇപ്പൊ പണം, സമ്പത്ത് എന്ന് പറയുന്നത് റഹ്മത്താണ്. മക്കള് മറ്റൊരു റഹ്മത്താണ്. പക്ഷെ ഈ റഹ്മത്ത് കൊണ്ട് ബർക്കത്ത് കിട്ടാത്തവരുണ്ട്. പണം കിട്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ ദുനിയാവിൽ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്, അല്ലേ? എൻ്റെ ഉപ്പാക്ക് എന്ത് ചികിത്സക്കും എത്രയും പണം ഞാൻ ചെലവഴിക്കാം, പണം ഇഷ്ടം പോലെ ഉണ്ട്, ഡോക്ടറെ നിങ്ങളൊന്ന് ചികിത്സിക്കൂ എന്ന് പറയും. പക്ഷേ സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുമ്പിൽ ആ പണം ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. ആ രൂപത്തിൽ കുറെ അനുഭവങ്ങൾ നമുക്ക് അനുഭവത്തിലുള്ളതാണ്.
അതേപോലെ തന്നെ റഹ്മത്തായി അള്ളാഹു നൽകിയിട്ടുള്ള മക്കള് റഹ്മത്താണ്. പക്ഷേ ആ മക്കളെ കൊണ്ട് ബർക്കത്ത് കിട്ടാത്ത എത്രയോ മാതാപിതാക്കൾ. അതാണ് അധ്യക്ഷ ഭാഷണത്തിൽ സൂചന നൽകിയത്, സ്വാഗതത്തിൽ സൂചിപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തില് റഹ്മത്തായി നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ തൊട്ട് നോക്കിയിട്ട് ബർക്കത്ത് കിട്ടാത്ത ധാരാളം ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പത്രത്തിലെ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ചില എവിഡൻസ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പത്രത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് ചില ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിരുന്നു. ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഫോട്ടോയുടെ താഴെ തന്നെയാണ് അതേ തരത്തിലുള്ള വിഷയം അപ്പുറത്തുള്ളത്. ഇന്നും ഇന്നലെയായിട്ട് പത്രം വായിച്ച ആളുകൾക്ക് അറിയാം. അള്ളാഹു റഹ്മത്തായി നൽകിയിട്ടുള്ള മക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായിത്തങ്ങൾ, പരീക്ഷണങ്ങള് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം. ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ 5-8 ആൾക്കാരെ ഒരു ആമറ് കൊണ്ട് അടിച്ചു കൊന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ മുമ്പൊക്കെ നെട്ടിയിരുന്നു. ഇന്ന് നമുക്ക് നെട്ടലില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ചമ്മാടാണോ എന്നാ ചോദിക്ക. മുമ്പ് നമ്മള് വിദേശ രാജ്യത്തും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു പല വാർത്തകൾ കേട്ടതെങ്കിൽ ഇന്ന് നമ്മളെ അടുത്തടുത്ത പ്രദേശങ്ങളിലും നമ്മളെ നാട്ടിലുമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ അസുഖം ബാധിച്ച്, ക്യാൻസർ പോലെയുള്ള അസുഖം ബാധിച്ച് കിടക്കുന്ന ഉമ്മയെ പോലും പോയി കഴുത്തറുത്ത് കൊല്ലാൻ മാത്രമുള്ള നിഷ്ഠൂരമായ ഹൃദയമുള്ള മോൻ. കുടുംബത്തിലെ എല്ലാവരും ഒരാളെ കൊല്ലുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ മനസ്സ് എങ്ങനെയായിരിക്കും? അവിടെ നിന്നിട്ട് 10-25 വയസ്സുള്ള മകൻ, ചെറുപ്പക്കാരൻ, യുവാവ് വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും അടിച്ചു കൊല്ലാണ്. സ്വന്തം അനുജനെ പോലും, അല്ലേ, മന്തി വാങ്ങിക്കൊടുത്ത അനുജനെ പോലും കൊല്ലാൻ ഒരു പ്രയാസമില്ല. അടുത്തിരിക്കുന്ന കൂട്ടുകാരനെ എന്തിന്റെ പേരിലായിരുന്നാലും ശരി അടിച്ചു കൊല്ലാൻ മാത്രമുള്ള വിദ്യാർത്ഥികൾ. പിടിക്കപ്പെടുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഞാൻ മാത്രമല്ല, ഈ ഹോസ്പിറ്റലിലുള്ള ഇത്ര ആളുകളൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്, അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഡോക്ടർ ഞാനാണ് എന്ന് ആന്തരികമായ അവയവങ്ങളെ കുറിച്ച് പോലും കൃത്യമായി പഠനം നടത്തുന്ന ഡോക്ടർമാർ ഇവരെ ഞാനിട്ടാണോ? ശരീരത്തിന്റെ ഉള്ളറകൾ എങ്ങനെ ചലിക്കുന്നു എന്നും ഇത്തരം രാസപദാർത്ഥങ്ങളൊക്കെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ കൃത്യമായി നമ്മളെക്കാൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന, അതാ ഞാൻ പറഞ്ഞത്, അവയവങ്ങളിലല്ല ആന്തരികമായ അവയവങ്ങളിലൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങി മനുഷ്യനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരാണ് ഇത്തരം ലഹരി മാഫികൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അവരാണ് പറയുന്നത് ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള പലരും ഉണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുമ്പൊക്കെ കള്ളുകുടിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിക്ക് പെണ്ണ് കൊടുക്കൂലേ? ഇന്നെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയില്ല. ഇത് ഈ റമദാനിൽ നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കേണ്ടത്. റമദാൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരിശീലനമായിട്ടാണ് വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കാണേണ്ടത്. വരാനിരിക്കുന്ന 11 മാസക്കാലം എങ്കിലും, അടുത്ത റമദാൻ വരെയെങ്കിലും ഈ റമദാനിൽ നേടിയെടുത്തിട്ടുള്ള കുറെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായ വിശുദ്ധി, അള്ളാഹുവിന്റെ അനുഗ്രഹമായി തന്ന സമ്പത്തിന്റെ വിശുദ്ധി ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അങ്ങനെ വിശുദ്ധപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് അറിയോ? വിശ്വാസികൾ അങ്ങനെ ആവണമെന്ന ആ ഒരു വിശുദ്ധിയുടെ ഭാഗമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുമ്പൊക്കെ ആണെങ്കിൽ പറയണേ വിവരമില്ലാത്തതുകൊണ്ടാണ്, ഓരോന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്നൊക്കെ പറയുന്നു. ഇന്നിപ്പോ ഞാൻ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായത് അറിവുള്ള ആളുകൾ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതല്ലേ. എന്താണ് ഇതിന് പരിഹാരം തേടിക്കൊണ്ടിരിക്കുക സർക്കാർ അടക്കം. ഇതിന് മുമ്പ് കുറച്ച് ലഹരി മാഫിയ കുറച്ച് കൂടിയപ്പോ കുറച്ച് അധ്യാപകർ, ഞങ്ങളെപ്പോലുള്ള കുറച്ച് അധ്യാപകരൊക്കെ വിളിച്ച് നമുക്കൊക്കെ ട്രെയിനിങ് തന്നിട്ട്
കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആർപിമാരായിട്ടൊക്കെ നമ്മൾ നിയമിച്ചിരുന്നു. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്തരം ആർപിമാരെ തെരഞ്ഞെടുക്കുന്നിടത്ത് പോലും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇല്ലാത്തതിന്റെ പേരിലല്ല. RP ആയി നിൽക്കുമ്പോ ലിമല്ലാ തഖൂലൂന മാലാ തഫ്അലൂൻ പറയും. നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് പറയണത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് സദസ്സെന്ന്. അതുകൊണ്ട് ഈ പ്രഗത്ഭരായി നിൽക്കുന്ന ആളുകൾക്ക് പോലും അത്തരം ട്രെയിനിങ്ങിലേക്ക് വരാൻ ഒരു തടസ്സം. എന്റെ കാരണം വൈകുന്നേരമാകുമ്പോൾ അത്യാവശ്യം ഞങ്ങളും എന്താക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് എങ്ങനെ അത് ക്ലാസ് എടുക്കാൻ പറ്റാറ്? അതൊരു ചോദ്യത്തിൽ നിന്നുകൊണ്ട് അതങ്ങനെ ഫ്ലോപ്പായി പോകുന്ന ഒരു അവസ്ഥയേക്കാണ് പോയത്. ഇനിയിപ്പോൾ കുറച്ച് പോലീസുകാരാണ്, കുറച്ച് എക്സൈസിൻ്റെ ആളുകളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞാൻ പറഞ്ഞത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പരിഹാരം എന്താ? ആ ഉത്തരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട് മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ആ പിടിച്ചു കൊണ്ടുപോകുന്ന പ്രതിയുടെ അടുത്ത് നിന്നിട്ടാ വന്നിട്ട് പറഞ്ഞത്, ഈ ആൾക്കാരൊന്നും ഇങ്ങനെ വിട്ടാ പോരാ, ഇങ്ങനെ വിട്ടാ പോരാ, പിന്നെ എങ്ങനെ വിടേണ്ടത്? അങ്ങ് അറേബ്യൻ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ആ ഈർഷ്യതയുടെ ദേഷ്യത്തിന്റെ ഭാഷയിൽ പറയുന്നതായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോടുള്ള ടീച്ചറാണ് പറഞ്ഞാല് അത്രത്തോളം മനുഷ്യന്മാര് ഇവിടുത്തെ നിയമവ്യവസ്ഥകളെ പോലും പുച്ഛിച്ച് തള്ളാവുന്ന വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നമുക്കൊരു നിലപാടുണ്ടല്ലോ. ആ നിലപാടെന്താ നമുക്ക് ഉയർത്തി പറയാനുള്ളത്? മതധാർമ്മികപരമായ മൂല്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരലല്ലാതെ ഇത് മറ്റൊരു പരിഹാരമില്ല. സ്വന്തമായ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവനക്ക് കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് പറയാൻ സാധിക്കണം, ഇത് പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ നിയമം ഉള്ളതുകൊണ്ടെന്നല്ല, എന്റെ റബ്ബ് എനിക്ക് ഹറാമാക്കിയതാണ്, നിഷിദ്ധമാക്കിയതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. നമുക്കൊരു പാഠമുണ്ടല്ലോ ഇസ്ലാമിക ചരിത്രത്തില്, കള്ളിന് അടിമകളായി ലഹരിക്ക് അടിമയായി കഴിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം നമുക്ക് മുമ്പിലുണ്ട്. അവിടുത്തെ നടപടി എന്തായിരുന്നു? ആ നടപടിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാ. ഇന്നൊക്കെ നമ്മുടെ നാട് നോക്കുമ്പോഴോ ലഹരിയിൽ മുങ്ങുന്ന നാട് എന്ന് നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞില്ല, അങ്ങനെ തന്നെ ആയി. ഏത് നിമിഷവും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാവുന്ന കൗമാരത്തിൽ അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്ന, ഇനി നമ്മുടെ ആധുനിക സോഷ്യൽ മീഡിയകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള യൂട്യൂബർമാരെ പോലും റോൾ മോഡൽ ആക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മക്കളൊക്കെ ഓൾക്ക് റോൾ മോഡൽ നമ്മളെപ്പിയും വാപ്പിയും വല്യപ്പിയും ഒന്നുമല്ല, അവരെ യൂട്യൂബർ ആയിട്ടുള്ള ബ്ലോഗർ ഉണ്ട്, അവരാണൊക്കെ അവർക്കിടെ. ഈ രൂപത്തിൽ നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമായ നെറ്റ്വർക്കിലൂടെ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകൾ ഒരു ഭാഗത്തുണ്ട്, ആരും നിഷേധിക്കുന്നില്ല. പോലീസുകാരടക്കം പറയുന്നത് ഞങ്ങൾക്കും നിയമ തടസ്സമുണ്ട്. നിയമപാലകർ എന്നാണ് പോലീസുകാരെ മലയാളത്തിൽ പറയാം. അവര് പോലും പറയുന്നത് ഞങ്ങൾക്കും തടസ്സമുണ്ട് എന്നാ. കാരണം അത് കൃത്യമായ കിലോ കിട്ടണം, കൃത്യമായ ഗ്രാം കിട്ടണം, എന്നാലേ ഞങ്ങൾക്ക് അത് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഭയപ്പാടിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, വീടിന്റെ അകത്താണെങ്കിൽ ഭയപ്പാടോടുകൂടി. ഇന്നലെ പത്രത്തിൽ വന്നില്ലേ, സഹി കെട്ടിട്ട് തന്റെ മകനെ പോലീസിൽ ഏൽപ്പിച്ച മാതാവ്. പത്രത്തിൽ വായിച്ചില്ല നമ്മള്? ഉമ്മാണ് പിടിപ്പിച്ചു കൊടുക്കുന്നത്, പോലീസിനെ വിളിച്ച് ഇനി വയ്യ എനിക്ക്, കാരണം എത്രത്തോളം സഹിച്ചിട്ടുണ്ട്. ആ ഭയപ്പാടിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, അതിനപ്പുറത്ത് രാജ്യത്തിന്റെ നാടിന്റെ സംരക്ഷകർ എന്നൊക്കെ പറഞ്ഞ നമ്മളെ കുറച്ച് ആളുകളെ ഭരണീയരായിട്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ മദ്യത്തിന്റെ പോഷക ഗുണങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ ഒരു ഭാഗത്ത്. ഇതൊന്നും കുറ്റപ്പെടുത്തല്ല കേട്ടോ സഹോദരന്മാർ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. മദ്യത്തെ നാടിന്റെ മുഖ്യ വരുമാനമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇതാണ് സത്യത്തില് ഇന്നത്തെ നമ്മുടെ നാടിന്റെ ഒരു നേർചിത്രം എന്ന് പറഞ്ഞാൽ. വല്ലാത്തൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ എന്നൊരു വ്യക്തിക്കും ചില കടമകളും കടപ്പാടുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിശ്വാസികളാണ്, അതുകൊണ്ടാണ്. അല്ലാതെ കുടുംബം വേണ്ട, സമൂഹം വേണ്ട, വാപ്പ വേണ്ട, ഉമ്മ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആളുകളല്ല വിശ്വാസികളെ. നമ്മൾ അങ്ങനെ ഒരു ബാധ്യതയുള്ള ആളുകൾ. നമ്മൾ നിഷ്ക്രിയത്വമല്ല, സജീവമായിട്ടുള്ള ഇടപെടലുകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മുടെ മതം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇടപെടുന്നത്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും സർവ്വ ആഭാസങ്ങളിലൊക്കെ ആറാടി ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ജാഹിലിയ കാലഘട്ടം. അവിടെ വിശുദ്ധ ഖുർആനിന്റെ ദിവ്യവചനങ്ങളിൽ അവരിൽ പരിവർത്തനം സൃഷ്ടിച്ചിട്ടില്ലേ? കെട്ടുകഥയല്ല, ഐതിഹ്യ കഥയല്ല. ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ളതാ. ആർക്ക് പോയി പരിശോധിച്ചാലും കാണാൻ സാധിക്കും. ആ സമ്പൂർണമായിട്ടുള്ള മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അവരോട് പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആൻ വഴി പറഞ്ഞു. പടച്ചോൻ പറയുന്ന വാക്കില്ലേ, അത് ഇന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. അതാ ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ള ആയത്ത്. അത് നമ്മളൊന്ന് അളന്നു മുറിച്ച് വായിക്കണം സഹോദരന്മാരെ. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഇറങ്ങിയ മാസം എന്നുള്ള നിലക്ക് ആ ഖുർആനുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അത് ഇന്നും പറയും, എന്നും പറയും, അന്നും പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായിട്ടുള്ള വൃത്തികെട്ട പ്രവർത്തനം മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ടോ അതുകൊണ്ട് ഫജ്തനിബു, ഖുർആൻ പറയാം ഫജ്തനിബു. അതിന്റെ അർത്ഥം നിങ്ങൾ അതേ തൊട്ട് നിങ്ങൾ വർജിച്ച് കളയണം, അത് ഒഴിവാക്കണം എന്നാ. ലേശം മത്ത് പിടിക്കുന്നവരെ, തലക്ക് പിടിക്കുന്നവരൊക്കെ ചെയ്തൂടെ എന്നൊന്നല്ല, അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുള്ള ആയത്താണത്. ഫജ്തനിബു നാലോ ലഅല്ലകും തുഫ്ലിഹൂൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. വിശുദ്ധ ഖുർആനാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആയത്ത് ഇറങ്ങിയതോടുകൂടി അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരെയൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ. ആ ചരിത്രം പരിശോധിക്കുമ്പോ ആ സമൂഹത്തിലുണ്ടായ മാറ്റം, മദ്യത്തിലും ലഹരിക്കും അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിത വിജയം സാധ്യമല്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു ചെറിയ സമയത്ത് അങ്ങനെ പറയാം, നമ്മളെ മക്കളടക്കം പറയുന്നതാ. അത് ഒരു കല്യാണത്തിന്റെ തലേന്ന്, അതും നമ്മൾ പാർട്ടിയായി കൂടിയപ്പോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ലഹരിയാണ് ഇപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ഏതൊക്കെ തലങ്ങളിൽ അവരിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ വേണ്ടിയില്ല. ആ ഒരു പാപത്തിന്റെ പേരിൽ എവിടൊക്കെയാണ് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത്. മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് ജീവിതത്തിന്റെ വിജയം ഉണ്ടാവില്ല. ഇനി എന്തുണ്ടെങ്കിലും ശരി അവർക്ക് വിജയം ഉണ്ടാവില്ല. അതൊരു വ്യക്തിയിലായിരുന്നാലും ഒരു സമൂഹത്തിലായിരുന്നാലും ശരി ഒരു വിജയവും അവർക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ നാടിന്റെ തനത് മദ്യം പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ എന്നൊക്കെ ചില ആളുകളുടെ വാക്കുകള് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന എത്രമാത്രം അരക്ഷിതാവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ആളുകളെ പേരും കാര്യങ്ങളും പരാമർശിക്കാനല്ല, നമുക്ക് കാര്യങ്ങളാണ് കിട്ടേണ്ടത്. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ആയത്തിൽ നിന്ന് തന്നെ സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ കാരണം. സത്യവിശ്വാസികളെ എന്നുള്ള വിശുദ്ധ വചനം ആരംഭിക്കുന്ന ഈ വിളി, ആ വിളിക്ക് ശേഷം വരുന്ന മതവിധികൾ അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത്. ആ വിധി പാലിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്, ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അവിടെയാണ് മുസ്ലിം ഉമ്മത്ത് നിൽക്കുന്നത്. മദ്യത്തെ ചൂതാട്ടത്തോടും പ്രതിഷ്ഠകളോടും ഈ ആയത്തിലൂടെ പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളോടൊക്കെ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇവയെല്ലാം വൻ പാപമാണ്, വൻ പാപമായിട്ടാണ്. മദ്യം മഹാപാപമാണെങ്കിലും അതോടൊപ്പം തന്നെ സകല തിന്മകളുടെ താക്കോലാണെന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. സകല തിന്മകളുടെ താക്കോൽ ഇന്ന് വിളിച്ചു പറയണം.
എല്ലാ തിന്മകളും അത് മുഖേന ഉണ്ടായിട്ടുള്ളത്. ഉമ്മാനെ കൈത്തറുത്ത് കൊല്ലാമെന്ന ഓനും റിപ്പോർട്ട് വന്നപ്പോ ലഹരിയിലായിരുന്നാണ് പറഞ്ഞത്. കുട്ടികളെ ക്യാമ്പസിൽ ആഭാസം നടത്തിയത് പിടിക്കപ്പെട്ടപ്പോ പറഞ്ഞത് അതും ലഹരിയിലായിരുന്നു. നമ്പർ 1 ഒന്നാമത്തെ പ്രതി അവനാണ് നമ്മുടെ ദുനിയാവില്. പക്ഷേ വാസ്തവത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ലഹരിയാണ്. ഈ ലഹരിയോടാണ് നമ്മുടെ ദീനിന്റെ നിലപാടെന്താ നോക്കൂ നിങ്ങൾ. റിജ്സുൻ എന്നാ പ്രയോഗിച്ചിട്ടുള്ളത്. മാലിന്യത്തിന്, മ്ലേച്ഛത്തിനാണ് ആ റിജ്സ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫജ്തനിബൂ എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ട് വർജിച്ചേക്കു എന്ന. അതുമാത്രോ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു ആയത്ത് കൂടി ഇല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഹ ഫിൽ ഖംറി വൽ മൈസർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ്സലാഹ്. എണ്ണി പറഞ്ഞു. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കാനാണ്. ആദ്യം വരുന്ന സാധനം ശത്രുതയും വിദ്വേഷവും. അവിടെയാണ് പകരം വെക്കലും പക വീട്ടലും അല്ലെ. ഉമ്മനോടുള്ള പക തീർക്കുകയായിരുന്നു ഞാൻ, പാപ്പനോടുള്ള പക തീർക്കുകയായിരുന്നു, എന്റെ കൂട്ടുകാരനോടുള്ള പക തീർക്കുകയായിരുന്നു എന്ന് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞാൻ ലഹരി ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ സൂചന നൽകിയതാ സഹോദരന്മാരെ. പിശാച് ഉദ്ദേശിക്കുന്നത് ആ മദ്യത്തിലൂടെയൊക്കെ ഉണ്ടാവുന്നത് ശത്രുതയും വിദ്വേഷവും ഉളവാക്കാൻ മാത്രമല്ല. ഒന്നുകൂടി പറഞ്ഞു, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന്. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്. അവൻക്ക് വലിയ ഈമാൻ ഉണ്ടാവോ? അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവോ? വഅനിസ്സലാഹ്, നമസ്കാരത്തെ തൊട്ടൊക്കെ തടയുവാൻ മാത്രമാകുന്നു പ്രേരണ നൽകുക എന്ന്. ഈ പിടിക്കപ്പെട്ട കുട്ടികൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും. ഈ പിടിക്കപ്പെട്ട കുട്ടികൾക്ക് നിസ്കാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും. നമ്മൾ ആലോചിച്ചോക്ക്. അതൊക്കെ അവന്റെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, ആ ആയത്ത് അവസാനിപ്പിക്കുന്ന ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇപ്പോഴും വിരമിക്കാനായിട്ടില്ലേ? നിങ്ങൾ വിരമിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. ശത്രുതയും പകയും സമൂഹത്തിലെ അരക്ഷിതാവസ്ഥയും അല്ലാതെ മറ്റെന്താണ് ഈ ഒരു സാമൂഹ്യ വിപത്തിലൂടെ നമുക്ക് ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഒന്നത്. രണ്ടാമത്തേത്, ഈ കുട്ടികളൊക്കെ വസിക്കുന്ന കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താ? അള്ളാഹു അനുഗ്രഹമായി തീരുമാനമായി നമുക്ക് തന്ന കുടുംബത്തിന്റെ സ്ഥിതി. നമ്മൾ ആരും വിചാരിച്ചുണ്ടാക്കിയതല്ല നമ്മുടെ കുടുംബം. ഞാൻ ഇന്ന ഉപ്പയുടെ മകനായി മാറണം, ഞാൻ ഉപ്പയുടെ മകളായിട്ട് മാറണം, ഇന്ന കുടുംബത്തിൽ പിറക്കണം എന്ന് തീരുമാനിച്ചതാരാ? ഞാൻ ആണാവണം പെണ്ണാവണം എന്ന് തീരുമാനിച്ചതാരാ? റബ്ബാണ്. ആ റബ്ബ് സംവിധാനിച്ച് തന്നിട്ടുള്ള കുടുംബമാണ് ഇത്തരം മ്ലേച്ഛകരമായി തീർന്നിട്ടുള്ള ദുർഗുണങ്ങളിൽ നിന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ ശിഥിലമായി കിടക്കുന്ന കുടുംബം എങ്ങനെ സാധിക്കുക സഹോദരന്മാർ? കുടുംബ ശൈഥല്യം സാമൂഹികമായിട്ടുള്ള അസമാധാനത്തിന് ഒരു ഹേതുവായിട്ട് മാറും എന്നുള്ളത് സാംസ്കാരിക നായകന്മാർ അടക്കം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സാധന. പറയാൻ പോലും പറ്റാത്ത തരം പൈശാചികമായ കൃത്യങ്ങളൊക്കെ വേറെയും നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര കുടുംബങ്ങളാണ് ഈ സാമൂഹികമായിട്ടുള്ള വിപത്തിലൂടെ തകർന്നു പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ എത്ര കുടുംബം കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അതിന് മുസ്ലിം ഉമ്മത്തും ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥ. ഇത്രയും നിർദ്ദേശങ്ങളൊക്കെ ഉള്ള മുസ്ലിം ഉമ്മത്ത് എങ്ങനെ പോകുന്നു? കാരണം എന്താ? ഒന്നുമല്ല, ഈ അധ്യാപനങ്ങളിൽ നിന്ന്, റബ്ബിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന്, ദീനിന്റെ നിയമങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ വ്യതിചലിച്ചപ്പോ അവൻ എവിടൊക്കെയോ എത്തിച്ചേർന്നു എന്നുള്ളതാ. വേറൊരു ഉത്തരം നമുക്ക് അതിൽ പറയാനില്ല. ആ ലഹരി തലക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചല്ലോ, ഏറ്റവും വലിയ പാപം. കുറെ പാപങ്ങൾ എണ്ണീട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഏതാ ഏറ്റവും വലിയ പാപം എന്ന്. ഒരാളെ കൊല്ലലാണോ, മറ്റവന്റെ പണം അപഹരിക്കലാണോ, കള്ളു കുടിക്കലാണോ, വ്യഭിചരിക്കലാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഏറ്റവും ഭയാനകമായി തീർന്നൊക്കെ നമുക്ക് ഒരാളെ കൊല്ലുക എന്നുള്ളതാണ് ചിലപ്പോ ഏറ്റവും വലിയ പാപമായിട്ടൊക്കെ തോന്നുക. അള്ളാന്റെ റസൂൽ പറഞ്ഞത് മദ്യമാണെന്ന. കാരണം
ആ ഒരു തെറ്റ് ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ള തെറ്റുകളൊക്കെ ഓന് അത് മുഖേന ചെയ്യുന്നുള്ളതാണ്. അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ മനസാക്ഷിക്ക് പോലും മരവിച്ചു പോകുന്ന പത്രവാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭൂരിഭാഗ വില്ലന്മാർ എന്ന് പറയുന്നത് ലഹരിയാണ്. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു ചെറിയ ചെറിയ രൂപത്തിൽ പോലും ഒരു ദയാദാക്ഷിണ്യം പോലും പിഞ്ചു കുഞ്ഞിനോട് പോലും ദയ കാണിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇന്ന് ഇത്തരം കേസുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മഹല്ലില് ഇത് വരാതിരിക്കാൻ ഉള്ള ജാഗ്രത എന്ന് പറഞ്ഞാൽ ഒറ്റമൂല്യമൊന്നുമില്ല. ദീനിലേക്ക്, ധാർമ്മികപരമായ മൂല്യങ്ങളിലേക്ക് ആ ആളുകൾ കടന്നു വരിക എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ആ ചോർച്ച നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എത്ര ഭാഗത്താ പറഞ്ഞാൽ മദ്യം സർവ്വമ്ലേച്ഛതകളുടെയും മാതാവും വൻ പാപവുമാണ് എന്ന് പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് നീ മദ്യപിക്കല്ലേ, തീർച്ചയായും അത് സർവ്വ തിന്മകളുടെയും താക്കോലാകുന്നു. ഈ മദ്യത്തിന്റെ ഒക്കെ നമ്മളെ ഭാഷ പറഞ്ഞ മൂത്താപ്പയായി നിൽക്കുന്ന കുറെ ഇംഗ്ലീഷ് പേരുകളിലുള്ള ലഹരികളാണ് ഇന്ന് നാട് ഒട്ടാകെ കൊണ്ടു നടക്കുന്നത്. എല്ലാം നശിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നശിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുന്ന ആളുകളാണ് മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു ഭാഗത്ത് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റി പോവാണ്. വിശുദ്ധ ഖുർആൻ ആ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ? ആ മക്കളെ കുറിച്ച് പറഞ്ഞാൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തദ് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് പറഞ്ഞു വഅലമൂ, നീ അറിയണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നീ അറിയണം നിന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മക്കളും സ്വത്തും സമ്പത്തും മക്കളും ഒക്കെ നിനക്കൊരു പരീക്ഷണമാണ് എന്ന്. അതുകൂടി നമ്മൾ ഇതിലേക്ക് കുട്ടി വായിക്കണം. ആ പരീക്ഷണത്തിലൊക്കെ പല മാതാപിതാക്കളും കുടുംബങ്ങളും പലപ്പോഴും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതും ഇതിന് കാരണമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മളെ മക്കൾ പോണ പോക്കണ്ടില്ലെങ്കിൽ എങ്ങോട്ടൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. സ്കൂൾ അധ്യാപകരായി ഞങ്ങളൊക്കെ വെറുങ്ങലിച്ച് നിൽക്കുകയാണ്. ചെറിയ പിടുക്കാസ് മക്കളടക്കം, 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സിലെ മക്കളടക്കം ഓല് വരുന്ന കോലവും പറയുന്ന പ്രയോഗവും കേട്ടാലുണ്ടല്ലോ, നമ്മൾ മൂക്കത്ത് കയ്യച്ചോന്നൊക്കെ, തലയിൽ കയ്യച്ചോന്നൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇനി കയ്യോടാ വെക്കണ്ടി എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് മക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെങ്ങനെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ചെറിയ മക്കൾക്കാണ് മോത്ത് ഓരോന്ന് തേച്ചിട്ട് നമ്മളെ അമ്മമാര് പറഞ്ഞയച്ചു വിടുന്നത്. ചുണ്ടുമല് ചോപ്പും പൊട്ടിയിട്ടിട്ടൊക്കെ നമ്മളെ കുട്ടികളെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചിട്ട് ചെറുപ്പം മുതലേ അവനെ ആ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ആരോ ഒരാൾ സംസാരിക്കും പറഞ്ഞു, ഇന്ന് കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ചെലവ് എന്ന് പറഞ്ഞാൽ റീചാർജിനല്ല. പണ്ട് റേഷനരി വാങ്ങാനാണ്, ഇപ്പൊ റേഷനരി ഫ്രീ ഒക്കെ ആയതുകൊണ്ട് കുറച്ചായതുകൊണ്ടൊക്കെ അതിന് പൈസ ഇല്ല, തിന്നതിന് വല്ല പൈസ ഒന്നുമില്ല. പിന്നെ റീചാർജ് മറ്റേ ഫോണൊക്കെ വന്നപ്പോൾ നമ്മൾ റീചാർജിനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് സൗന്ദര്യവൽക്കരണ വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങണേനാണ്. 2 മക്കളുണ്ടായാൽ മതി, അതിൽ 2 പെൺകുട്ടികളും കൂടി ആയിക്കഴിഞ്ഞാൽ സമാധാനമായി എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലേക്കാണ് നമ്മളെ മക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സമൂഹത്തിലേക്കാണ് നമ്മളെ മക്കൾ വരുന്നത്. എവിടുന്ന്? നമ്മളെ വീട്ടിൽ നിന്ന്. ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ കുട്ടികൾ പുറത്തു വരുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ അവർ പിന്നെ ഉപയോഗപ്പെടുത്തുക അവർ മറ്റു പല സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഞാനിപ്പോ ചാലിയത്ത് നിന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് സങ്കടം തോന്നിയിട്ടൊരു സംഗതിയുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു ഫാമിലി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ ഉമ്മന്റെയും മക്കളെയും പാൻറ്റൊക്കെ കയറിയിരിക്കണം. നമ്മളൊക്കെ ഇത്തിരി പാൻറ് കയറിയപ്പോൾ നമ്മളെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരടക്കം കളിയാക്കി, നിങ്ങൾ എന്താ ഇപ്പോൾ ഇത് കുട്ടി പാൻറ്റൊക്കെ ഇട്ടിട്ട് നടക്കണമെന്നാ പറഞ്ഞു. നമ്മൾ പരമാവധി ഒന്ന് പിന്നെ നെരിയാണിൻ്റെ താഴത്തേക്ക് പോവാതെ ഒന്ന് സംരക്ഷിച്ച് നിർത്തി ആ അതബിൽ നടക്കുമ്പോൾ നമ്മളെ കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ മുട്ടിൻ്റെ താഴത്തേക്കാണെന്ന് ചോദിച്ചാൽ അതാവും ശരിയെന്ന് തോന്നുന്നു. കാരണം നെരിയാണിൻ്റെ മേലല്ല. ആണുങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് പറയുന്നേ, പെണ്ണുങ്ങൾ
മുമ്പാണെങ്കിൽ ചുരിദാർ വന്നപ്പോ കീറിയപ്പോ നമ്മൾ പറഞ്ഞു ഇഞ്ഞി കീറല്ലി ഇട്ടോന്ന്, രണ്ട് സൈഡ് കീറിയപ്പോളേ ഇപ്പോ ഇതെന്താ പറയുക, ഇത് പറയാതിരിക്കുന്നത് വായല്ലേ, ഇത് എവിടുന്ന കിട്ടണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുട്ടികളടക്കം മാതൃകയായി നിൽക്കേണ്ടുന്ന ട്രെയിനർമാരും അധ്യാപകരടക്കം ഈ രൂപത്തിലേക്ക് വരുന്നത് എന്തിനാ നിങ്ങൾ കയറ്റിയെന്ന് വെച്ചിട്ട് ഓൾക്കൊരു മറുപടി ഒന്നുമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചില പരിശീലകരുടെ കൂടെ ഒക്കെ യാത്ര ചെയ്യാറുണ്ട്, അവരും കാണാം ഓരെ ഇട്ട പാൻറ്റൊക്കെ പെണ്ണുങ്ങള്. പണ്ട് ഫുൾ കൈ ഉള്ളത് ഹാഫ് കൈ ആയി നടന്നപ്പോ നമ്മൾ കുടുംബത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ കയ്യൊന്നും ഇങ്ങോട്ടൊന്ന് നീട്ടി. അങ്ങനെ നീട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ സ്ലീവ് ലെസ് വന്നത്. ക്ലാസ് കൂടിയപ്പോഴേ കൈ തന്നെ വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇങ്ങനത്തെ എങ്ങോട്ടാ പോണ്, എന്താ ചെയ്യേണ്ടത്, ഞാൻ ആരാണ്, എന്റെ മോഡൽ എന്താണ് എന്ന് ഇപ്പോഴും തിരിയാത്ത വിധത്തിലാണ് നമ്മളെ മക്കള് പെൺകുട്ടികൾ ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികൾ മുടിമലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിൽ സ്കൂൾ അധ്യാപകരെ നമുക്കറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് ഓർക്കും അറിയണില്ല. പല രൂപത്തിലാണ് ഓരോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാന്ന് പോലും അവർക്കറിയില്ല. പേടിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആൺകുട്ടികളുടെ വാപ്പയാ ഞാനും. ഇവിടെ സൂറത്തുൻ നൂറും അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ സാംസ്കാരിക മേഖലകളൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അത് വെളിച്ചമായിട്ടും മറ്റ് പഠനമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് നമ്മള്. പരിശുദ്ധ ഇസ്ലാം എത്രത്തോളം സൂക്ഷ്മത പഠിപ്പിച്ചിട്ടുണ്ട് വസ്ത്രധാരണയുടെ വിഷയത്തിൽ. സ്വാതന്ത്ര്യ നിഷേധമായിട്ടല്ല, സുരക്ഷിതവും സമാധാനവും എന്നും സമാധാനത്തോടുകൂടി സുരക്ഷിതമായി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വസ്ത്രധാരണൊക്കെ എങ്ങനെയാവണമെന്ന് മാറിടത്തിലേക്ക് മറച്ചിടാൻ പറഞ്ഞു. അപ്പോഴും ചോദിച്ചു എന്തിനാന്ന്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, ഒരു മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരമായിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മളെ കുട്ടികൾ മാറിയപ്പോ എവിടൊക്കെ ആയിപ്പോയി. ആണിലോടും പറഞ്ഞില്ലേ നിന്റെ നോട്ടത്തെ നീ ശ്രദ്ധിക്കണം. ആയത്തുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശം തന്നെ എന്റെ ഇഷ്ടം പോലെ. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സൂറത്തുൻ നൂർ സ്ത്രീകൾ പിടിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഇറങ്ങിയതാണോ എന്നൊക്കെ തോന്നിപ്പോകും സ്ത്രീകൾക്ക്. അത്രക്കും സുരക്ഷിതത്തിന്റെയും എപ്പോഴെങ്കിലും സമാധാനത്തിനല്ല, സമാധാനത്തിന്റെയും പേരില് ആ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ട സാംസ്കാരിക മേഖലകളിൽ നിന്ന് പോലും നമ്മൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോ അവിടെ അപകടകരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഈ ദുനിയാവിൽ മാത്രമല്ല, നാളെ പരലോകത്തിലും നീ നരകത്തിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ സ്വന്തം ശരീരങ്ങളെയും സ്വന്തം ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കിയിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു രക്ഷിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചും ദീനും മര്യാദയൊക്കെ പഠിപ്പിച്ച മക്കളെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളെവിടേക്കാ പോണത്? ദുനിയാവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുക. ഇതിനും പരിഹാരം ഇതന്നെ ഉള്ളൂ സഹോദരന്മാർ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് വിളിച്ചു പറയാനുള്ളത് പോലെ, മക്കൾക്ക് ഈമാനിന്റെ പാഠങ്ങൾ പകർന്നു കൊടുത്ത് അവരെ ഈമാനുള്ളവരാക്കി മാറ്റുക എന്നല്ലാതെ മറ്റൊരു പരിഹാരം ഇതിനില്ല. എന്നിട്ട് അവര് ചിന്തിക്കണം അവരുടെ ഹൃദയം കൊണ്ട്, ഇതെന്റെ റബ്ബ് എനിക്ക് ഹറാമാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോവാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുടിക്കാൻ പാടില്ല, ഇങ്ങനെ കാണാൻ പാടില്ല, ഇങ്ങനെ കേൾക്കാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളത് ആ പഠനത്തിലൂടെ മക്കൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ വിജയിച്ചു. അതിലേക്കുള്ള റൂട്ടിലേക്കാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങള്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നില് വാഹനത്തിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം, എന്നാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം, ആ സമയത്ത് നിന്നെ അല്ലാഹു എന്താക്കും? സംരക്ഷിക്കുന്നതാണ്. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അവനെ നിന്റെ മുന്നിൽ കാണാവുന്നതാണ്. ഇതൊരു ഈമാനികമായിട്ടുള്ള സന്ദേശമാണ്. ഇതാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ. നമുക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞില്ല, ഇത്തഖില്ലാഹ ഹൈസു മാ കുൻത,
നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മളെ വീട്ടിൽ മാത്രമല്ലല്ലോ, എവിടെയായിരുന്നാലും ഇങ്ങനെയുള്ള പാഠങ്ങൾ, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ മക്കളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനില് ഒരു വാപ്പ ഇങ്ങനെ ചെറിയ മോനോട് ഇങ്ങനെ പറയുന്ന രൂപത്തിൽ യാ ബുനയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഉപദേശങ്ങൾ എത്രയാ? അഖിമിസ്സലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നമസ്കാരം നിലനിർത്തണം. ഇങ്ങനെ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന മാതാപിതാക്കൾ പോലും ഇന്ന് ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. മോനെ നിസ്കരിച്ചിക്കണോ, മോനെ നിസ്കരിച്ചോ നീ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് അന്യമാകുന്നു എന്ന് പറയുമ്പോ, സഹോദരങ്ങളെ, ഈമാനികമായിട്ടുള്ള വെളിച്ചം തുടങ്ങുന്ന ആ ചെറിയ മേഖലയിൽ നിന്ന് പോലും നമ്മൾ പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്തഫലം ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖമായി നമ്മൾ സംസാരിച്ച ആ വിഷയത്തിലെ ആ ഉയർന്ന വിഷയങ്ങളിലേക്ക് വരെ എത്താൻ അത്തരം മനസ്സുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി നമുക്കൊരു സമാധാനം ഉണ്ട്, ഇത് എന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തൊന്നും പോകില്ലാന്ന് വെറുതെ വിചാരിക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ആ അവയവത്തിന് കൽബ് എന്ന പേര് തന്നെ വന്നിട്ടുള്ളത്. ആടിയൊളിയുന്ന ഒരു അവയവമായതുകൊണ്ടാണ് കൽബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം കൽബുള്ള ഒരു മനുഷ്യന്റെ ഉള്ളറയിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നല്ലവനായി നടന്നിട്ടുണ്ടെങ്കിൽ നാളെ ചീത്തവനായി മാറാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പുറത്തെ സാഹചര്യവും മാറിക്കൊണ്ടിരിക്കും. ആ പുറത്തെ സാഹചര്യവും ഉള്ളിലെ സാഹചര്യമൊക്കെ ആടി ഒലിയുന്നതിനെ ഉറപ്പിച്ചു നിർത്താൻ വിശ്വാസികളായിട്ടുള്ള നമുക്ക് അല്ലാഹു സംവിധാനിച്ച് തന്നിട്ടുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ള കർമ്മങ്ങളാണ് ശരിക്കും ആരാധന, അനുഷ്ഠാന കർമ്മങ്ങൾ. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ആ അനുഷ്ഠാന കർമ്മങ്ങളാണ് നമ്മുടെ കൽബിനെ പിടിച്ചു നിർത്തുന്നത്, ഒരു സ്റ്റേണായി നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്നാണ് നമ്മളെ മക്കളൊക്കെ നമ്മൾ പിൻപറിഞ്ഞു പോകുന്നത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ, നോമ്പിന്റെ വിഷയത്തിൽ അതിനൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ശിക്ഷണമോ ശീലമോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവര് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ തൊട്ടു മുമ്പിലിരിക്കുന്ന നൈമിഷികമായ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാ മൂല്യങ്ങളെ ഇട്ടായി വലിച്ചെറിയാൻ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. മക്കൾ ചോദിക്കണ ചോദ്യം അങ്ങനല്ലേ, എന്തിനാണ് ജീവിക്കാൻ എനിക്ക് മതം? ഫസ്റ്റത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? എനിക്ക് ഒരു 5 6 ശമ്പളം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ കല്യാണം, പിന്നെ എനിക്ക് എന്തിനാ കുടുംബം? സ്വന്തമായി ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, ശമ്പളം എനിക്കുണ്ട്, ജോലിയുണ്ട്, പഠിച്ച് നേടിയിട്ടുണ്ട്. എനിക്കെന്തിനാ മറ്റോന്റെ കാലിന്റെ കീഴിൽ ജീവിക്കാൻ മാത്രമല്ല ഒരു കുടുംബ സംവിധാനം ധാരാ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നത്? എന്താ ഉത്തരം പറയാ? ഈ ചോദ്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഉത്തരം കൊടുക്കേണ്ട ആളുകൾ സഹോദരന്മാരെ നമ്മളാണ്. ദീൻ എന്തിനാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം, കുടുംബം എന്തിനാണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം വിശ്വാസികളായ നമ്മളെ മുമ്പിലുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ് അവർ പറയുന്നത്. നൈമിഷികമായ ആഗ്രഹത്തിന് മുമ്പിലാണ് ഇറങ്ങിപ്പോക്കും. ആ ഇറങ്ങിപ്പോയതിന് ആനന്ദഭരിതമായി 2 മാസം പറയുകയും 3ാമത്തെ മാസം വേർപിരിഞ്ഞ് എന്നൊക്കെ വാർത്ത കേൾക്കുന്നതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാ. നൈമിഷികമായ നമ്മുടെ കുട്ടികൾ പോലും, കൗമാരക്കാരായിട്ടുള്ള ആളുകൾ പോലും, യുവാക്കളായിട്ടുള്ള ആളുകൾ നൈമിഷികമായ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മൂല്യങ്ങളൊക്കെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് നിലവിളിച്ച്, ഇനി അതൊന്നും സഹിക്കാൻ കഴിയാത്തവനാണെങ്കിൽ 5 റുപ്യൻ്റെ 6 റുപ്യൻ്റെ കയറുമലും എലിക്കും മറ്റേ ജീവികൾക്കൊക്കെ കൊടുക്കണ ഭക്ഷണമൊക്കെ തിന്നിട്ട് തൻ്റെ ജീവൻ ഒഴിവാക്കുന്നത്. ഇങ്ങനെ നിസ്സാരമായി കളയേണ്ടവനല്ല ഒരു മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് കൃത്യമായി നമ്മുടെ ദീന് പഠിപ്പിക്കുന്നുണ്ട്. നൈമിഷികമായ സുഖമല്ല, ശാശ്വതമായ സുഖം ഈ ലോകത്തും പരലോകത്തും കിട്ടാനുള്ള മാർഗമാണ് നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കുടുംബം എന്ന് പറയുന്നത് അതിനാണ്. ഏതെങ്കിലും സമയത്തുള്ള ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയല്ല. അതിൻ്റെ മുമ്പിലൊക്കെ നമ്മളെ പഠിച്ച് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ കൃത്യമായ ലക്ഷ്യം കാണുന്നുണ്ട്. സമൂഹത്തിന്റെ ഭദ്രത, ദൃഢത ഇതൊക്കെ നിൽക്കുന്നത് കുടുംബത്തിലൂടെയാ. അല്ലെങ്കിൽ നമുക്ക് കാണാം ബാപ്പമാരില്ലാത്ത കുറെ കുട്ടികളെ പ്രസവിക്കുന്ന ഉമ്മമാരെ. ഈ ഉമ്മമാരെ തെരഞ്ഞു നടക്കും ഈ കുട്ടിന്റെ വാപ്പാരാണ്. ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ്. ജാഹിലിയ കാലഘട്ടത്തിന്റെ പഠനം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാം ശുദ്ധതയോടുകൂടിയിട്ട് നമുക്ക് സംവിധാനിച്ച് തന്നിട്ടുള്ള ഈ ദീനിനെയാണ് ഇന്ന് നമ്മളെ മക്കൾ കൊഞ്ഞനം കാട്ടി ചോദിക്കുന്നത്, ജീവിക്കാൻ എന്തിനാണ് മതം?
മതം എന്ന് പറയുന്നത് എനിക്കൊരു വേലിക്കെട്ടാണ്. കാരണം എൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ വാപ്പി ഇമ്മി എനിക്ക് പഠിപ്പിച്ചെന്ന മതമാണ്. അതിന് കുറെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് താരങ്ങൾ വന്നിട്ട് സംസാരിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. അവരോട് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മതം എന്ന് പറയുന്നത് മനുഷ്യന് നൽകിയത് മനുഷ്യനല്ല, മനുഷ്യനെ സൃഷ്ടിച്ച, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അവനെ ആണാക്കിയ, അവനെ പെണ്ണാക്കിയ, ഏത് കുടുംബത്തിൽ അവൻ ജീവിക്കണമെന്ന് തീരുമാനിച്ച ആ പടച്ച തമ്പുരാൻ അവന്റെ ജീവിത യാത്രക്ക് വേണ്ടിയിട്ട് മനുഷ്യന് സംവിധാനിച്ച് തന്നിട്ടുള്ള സംവിധാനം ആ റബ്ബ് തന്നതാണ് എന്നുള്ളതാ മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഈ മതമാണ് മോശമെങ്കിൽ ജീവിക്കാൻ മറ്റൊരു മാനിഫെസ്റ്റോ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ ഉത്തരണ്ടോ? ഞാൻ എങ്ങനെ ജീവിക്കണം? ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത്? നൈമിഷികമായി കുറഞ്ഞ കാലം ജീവിച്ചാൽ പോരല്ലോ. ജീവിതം സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ എനിക്കുള്ള ഇടം എന്താണ്, എൻ്റെ ലൈൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരം ആളുകൾക്ക് മറുപടി ഇല്ല. കുടുംബ വ്യവസ്ഥയെ പുച്ഛിച്ച് കളയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോട് ചോദിക്കാനുള്ളതാണ്, പിന്നെ ഏത് വ്യവസ്ഥയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഉണ്ടാവില്ല. കാരണം ദൈവികമായതിനോട് വിപരീതം പ്രവർത്തിച്ചാൽ അതിൻ്റെ തിക്തഫലം അപകടകരമായിരിക്കും എന്നുള്ളത് കൃത്യമായി മനുഷ്യകുലം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ധാർമ്മികപരമായ മൂല്യങ്ങൾ, അതിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കാണരുത്. നമ്മുടെ ദീൻ എവിടൊക്കെയാണ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത്? എവിടൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത്? നോട്ടത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ, നടത്തത്തില് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, മിതത്തോടു കൂടി നീ നടക്കണം. ആയത്തുകൾ നമുക്കറിയാം. കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുതെന്ന് പറഞ്ഞു പെണ്ണുങ്ങളോട്. അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവല്ലേ? അവിടെ മൂന്നാമതൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചിന്തകൾ വരും. ഒറ്റപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ്. ഇതൊക്കെ എന്തിനാന്ന് പറഞ്ഞത്? മനുഷ്യന്റെ സുരക്ഷിതത്വത്തിനും ശാശ്വതമായിട്ടുള്ള സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. ഇവിടെ യുവതി യുവാക്കൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അവരോടും പറയാനുള്ളത് ഇതാ, മതത്തിന്റെ നിയമം എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു വേലിക്കെട്ടായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. നമ്മുടെ ജീവിതത്തിനുള്ള സുരക്ഷിത വലയമായിട്ട് കാണുമ്പോഴാണ് മതം നമുക്ക് അതൊരു സമാധാനത്തിന്റെയും നല്ല വഴിയുടെയും അടയാളമായിട്ട് മാറുക. അവിടെ ഉയർന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയും. എൻ്റെ മതം ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ മതത്തിന്റെ ഈ നിർദ്ദേശപ്രകാരം ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ ഇടപെടുന്നത് എൻ്റെ ദീൻ പറഞ്ഞത് കൊണ്ടാണ്, എൻ്റെ ദീൻ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് ശാശ്വതമായ സമാധാനം തരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഉറക്കെ പറയാൻ അങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ഈ ഒരു പരിശീലന സംവിധാനത്തിലൂടെ പോകുന്ന ഈ സാഹചര്യത്തില് ഇത്തരം ചിന്തകൾ ജീവിതത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ എന്നുള്ള നിലക്കാണ്. കാരണം റമദാനിലെ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഇടപെടുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോമ്പ് നമ്മൾ ഇടപെടുന്ന ഭാഗം ഹലാലായിട്ടുള്ള സംഗതികൾ പോലും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത്, അല്ലേ? നമ്മുടെ മുമ്പിൽ താഴത്ത് വെള്ളമുണ്ട് കുടിക്കാൻ, തിന്നാനുള്ള ഭക്ഷണം നമ്മളെ വീട്ടിലുണ്ട്, നമ്മുടെ ഭാര്യയും ഭർത്താക്കന്മാരും, ഇതൊക്കെ നമുക്ക് ഹറാമാണോ ഹലാലാണോ? ഈ പറഞ്ഞ സാധനം ഹലാലാണ്. ആ ഹലാലായതുപോലും ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുകയാണ് നോമ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഹലാലായതുപോലും ഒരു നിശ്ചിത സമയത്തേക്ക് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ ശരീരത്തോട് നമ്മുടെ റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, എന്താ? ഇനി വരുന്ന ശിഷ്ടകാലം, ഇനി വരുന്ന ബാക്കി കാലം, ഏറ്റവും ചുരുങ്ങിയത് അടുത്ത റമദാൻ വരെയെങ്കിലും 11 മാസമെങ്കിലും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ നിനക്ക് സാധിക്കോ? സാധിക്കൂല എന്ന് നമുക്ക് പറയാൻ കഴിയൂല. കാരണം നമ്മൾ ഹലാലായത് പോലും മാറ്റിവെച്ചിട്ടാണ് നോമ്പെടുത്തിട്ടുള്ളത്, ഹറാമായത് നമ്മുടെ ജീവിതം. അപ്പൊ അങ്ങനെയൊക്കെ പരിശീലനം കിട്ടുന്ന ഈ നോമ്പ്, ആ നോമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും ഇടപെട്ടുകൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ചില ചിതറിയ ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായ മൂല്യച്യുതിക്ക് കാരണം ധാർമ്മികപരമായ മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യൻ പിന്നോട്ട് പോയി എന്നുള്ളതാണ്. എന്നിട്ട് യഥാർത്ഥ ധാർമ്മികതയെ ചോദ്യം ചെയ്തും കൊഞ്ഞനം കാട്ടിയിട്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം മേഖലകളിൽ
വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മതമൂല്യങ്ങളെ കുറിച്ച് നന്നായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ഉതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനും അതോടൊപ്പം അത് മറ്റു സുഹൃത്തുക്കൾക്കും മറ്റു സഹോദരങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടത് ദൗത്യം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വളരെ മൂല്യവത്തായ രൂപത്തിൽ ജീവിതം കഴിച്ചു കൂട്ടാൻ ഈ ലോകത്തും നാളെ പരലോകത്ത് ചെല്ലുമ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ കൽബിനെ കുറിച്ച്, കൽബുൻ സലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഹൃദയമായിക്കൊണ്ട് പരലോകത്ത് എത്തിച്ചേരുന്ന മനുഷ്യ ഹൃദയങ്ങൾ, അത് ലക്ഷ്യപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സാംസ്കാരികമായ മൂല്യബോധത്തോടു കൂടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മുടെ എടുത്തിട്ട് നോമ്പ്, ആ നോമ്പിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള സകലമാന പ്രവർത്തനങ്ങൾ, നമസ്കാരം, രാത്രി നമസ്കാരം, വിശുദ്ധ ഖുർആനുമായി ബന്ധം, പള്ളിയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ നമ്മൾ ചെയ്തു വിട്ടിട്ടുള്ള എല്ലാ സകല നന്മകളും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അത്തരം പ്രവർത്തനങ്ങളിൽ വന്നുപോയിട്ടുള്ള അപാകതകളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികമായ അധപ്പതനത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ ഉള്ളറകളിൽ നിന്നൊക്കെ സാംസ്കാരിക മൂല്യബോധത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, റമദാനിൽ നോമ്പെടുക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അവരും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റമദാനൊക്കെ ഒന്നുകൂടി സന്തോഷപ്രദമാകുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവരെ നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله.